അത് കമ്പനി പറയുന്നത് വെച്ചാൽ 300 മീറ്റർ ദൂരെ പോയാൽ ഇതിന് സൗണ്ട് കിട്ടുക. ഇവിടുന്ന് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങ് മതില് എത്ര മീറ്ററാണ്? 300 മീറ്റർ കാണത്തില്ല, ഒരു 300 മീറ്റർ അടുത്ത് കാണും. പക്ഷെ ഇവിടുന്ന് അങ്ങ് വരെ ഞാൻ പോയി നോക്കാം, കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. എനിക്ക് ക്യാമറ ഇവിടെ കാണാൻ പോലും പറ്റുന്നില്ല. നോക്കി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗായ്സ്. നമ്മളിന്ന് ചെറിയൊരു പ്രൊഡക്റ്റ് നമ്മളിന്ന് കാണിക്കാൻ പോവാണ്. നമ്മുടെ ഹോളി ലാൻഡ് എന്ന ഒരു മൈക്ക് നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നില്ലേ ബ്രാവോ. നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറേ ഇതിനെപ്പറ്റി ഇതെങ്ങനെയൊക്കെ എത്ര മീറ്റർ സംസാരം കിട്ടും, എത്ര നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അൺബോക്സിങ് എല്ലാമാണ് ഈ വീഡിയോ. 300 മീറ്റർ ദൂരെ പോയാലും 300-500 മീറ്റർ ദൂരെ പോയാലും ഇത് കേൾക്കാൻ പറ്റും, കാണണ്ടേ നമുക്ക്. കണ്ടേ, അത് കമ്പനി പറയുന്നത് വെച്ചാൽ 300 മീറ്റർ ദൂരെ പോയാലും ഇതിന് സൗണ്ട് കിട്ടും. ഞങ്ങൾ നല്ല നൈറ്റ് സംഭവം വന്നത്, നമ്മൾ രാത്രി അവിടെ എല്ലാം പോയി ടെസ്റ്റ് ചെയ്തു. പക്ഷെ ആ വീഡിയോ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടാൻ പറ്റത്തില്ല, അത് അത്ര ക്ലിയർ അല്ല. ഇപ്പൊ ഇവിടുന്ന് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങ് മതില് എത്ര മീറ്ററാണ്? 300 മീറ്റർ കാണത്തില്ല, ഒരു 300 മീറ്റർ അടുത്ത് കാണും. പക്ഷെ ഇവിടുന്ന് അങ്ങ് വരെ ഞാൻ പോയി നോക്കാം, ക്യാമറ എത്രമാത്രം സൂം ചെയ്ത് അത്രയും കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ അവിടെ വരെ പോയിട്ട് അങ്ങ് ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം അത് കാണണം. ഇവിടുന്ന് അങ്ങ് പോയിട്ട് അത് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം കാണണം. എന്നിട്ട് ഈ മൈക്കിൻ്റെ ഇത് നിങ്ങൾ ബാക്കി കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫുള്ളിരുന്ന് കണ്ടാൽ മതി. എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് മേടിക്കണം, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇടും. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുമെന്ന് മാത്രം മേടിക്കണം. ഈ മൈക്ക് അത്ര കിടിലമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ അങ്ങ് പോയി സംസാരിക്കട്ടെ. സംസാരിച്ച് അങ്ങ് വരെ പോകാൻ പോവാ. ഇപ്പം എനിക്കറിയാൻ പറ്റത്തില്ല ഇത് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന്. ഇപ്പം ഒരു 50 മീറ്റർ ആയി കാണും. ക്യാമറയ്ക്കകത്ത് എത്രമാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ക്യാമറയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം ക്യാമറയുടെ മൈക്ക് ട്രാൻസ്ലേഷൻ മോഡിലല്ല വർക്ക് ചെയ്യുന്നത്, അല്ലാതാണ് വർക്ക് ചെയ്യുന്നത്, നോർമൽ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 200 മീറ്ററിന് അടുത്തായിട്ടുണ്ട്. ഒരു 200 ഇപ്പം കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്കറിയത്തില്ല. എനിക്ക് ക്യാമറ ഇവിടെ കാണാൻ പോലും പറ്റുന്നില്ല. നോക്കി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്ന പോലും എനിക്കറിയത്തില്ല, അത്രയും ദൂരെ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 300 മീറ്റർ ആയി കാണും. കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മൈക്കിൻ്റെ റേഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും നോയ്സോ എന്തെങ്കിലും സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ ഒന്നും എനിക്കറിയാൻ പറ്റത്തില്ല. നേരെ ക്യാമറ മുമ്പിലോട്ട് നടക്കുവാണ്, ഓടി നോക്കാം എത്രമാത്രം നോയ്സ്. ഇപ്പോൾ ആണ്ട് ഇവിടെ കിളികളെ കരയുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, അങ്ങനെ കുറേ സൗണ്ട് ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പ്രാങ്ക് ചെയ്യുന്നവർക്ക്, പിന്നെ പബ്ലിക്കിൽ ഇറങ്ങി എന്തെങ്കിലും പ്രപ്പോസൽ കണ്ടിട്ടില്ലേ, അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക്, ആർക്കും ഏത് തരം വീഡിയോ ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യും. എൻ്റെ ബട്ടൺസിനെക്കാട്ടി ശകലം കൂടെ വലിപ്പത്തിലുള്ള ഈ സംഭവം ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല എത്രമാത്രം സൗണ്ട് കിട്ടിയെന്ന്. എനിക്ക് ഇനി വീഡിയോ അവിടെ പോയി പ്ലേ ചെയ്ത് നോക്കിയാൽ മാത്രമേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ഈ മൈക്ക് മേടിച്ചോ. അത്ര കിടില മൈക്ക് ഇത്. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല, നമുക്ക് ജെന്യൂനായിട്ട് എടുക്കുന്ന നമ്മൾ മൈക്കിൻ്റെ ഒരു റിവ്യൂ ആണ്. അത്ര കിടിലായിട്ട് തോന്നിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഞാൻ 300 മീറ്ററിന് അകലെ നിന്ന് മൈക്കിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയായിരുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. 100 മീറ്ററിന് അടുത്ത് ദൂരെ പോയിട്ട് എൻ്റെ സൗണ്ട് കുഴപ്പമില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. നിങ്ങൾ എന്താ വെച്ചാൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ഇടുക, നമുക്ക് ബാക്കി വീഡിയോസിനെ പറ്റി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനിയെന്ന് വെച്ചാൽ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് നോക്കാം. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് മുമ്പ് ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ മൈക്കിൻ്റെ സൗണ്ടിൽ തന്നെ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരു ബട്ടൺസിൻ്റെ അതിനെക്കാട്ടി ശകലം കൂടെ വലിപ്പമുള്ള നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പോലും ആൾക്കാർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവത്തില്ല. പക്ഷേ സൗണ്ടും അത്ര കിട്ടില്ലോ. അതാണ് ഞങ്ങൾ ഈ റിവ്യൂ എന്തിനെ കായറ്റണം. എന്നിട്ട് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മൈക്കിൻ്റെ സാധാ മോഡിലും നോയ്സ് ക്യാൻസലേഷൻ മോഡിലും 2 രീതിയിൽ നമ്മൾ സൗണ്ട് കേൾപ്പിക്കും. അതിന് മുമ്പ് എൻ്റെ iPhone 13 സാധാ വീഡിയോയുടെ സൗണ്ട് നമ്മൾ കേൾപ്പിക്കും. ഈ മൈക്ക് ഡിസ്കണക്ട് ആക്കിയിട്ട് അത് കേൾപ്പിച്ചിട്ട് പിന്നെ മൈക്കിൻ്റെ സൗണ്ടും കേൾപ്പിച്ച് നോയ്സ് ക്യാൻസലേഷൻ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഈ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. കേട്ടോ നോക്കാം. ഇപ്പോൾ എൻ്റെ ഐഫോണിൻ്റെ ഇൻബിൽറ്റ് സൗണ്ട് ആണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുന്നത് ഐഫോണിൻ്റെ ഇപ്പം നോർമൽ മൈക്കൊന്നും കുത്തിയിട്ടില്ല, നമ്മുടെ ഫോണിൽ നിന്ന് ഒരു സൗണ്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന സൗണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ഈ മൈക്ക് കണക്റ്റ് ആക്കിയിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് എന്തുമാത്രം സൗണ്ടിനകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്, നോയ്സ് കട്ടാകുന്നുണ്ടോ നമുക്ക് നോക്കാം. അതുകൂടെ കണ്ടു നോക്കാം. മൈക്ക് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഇപ്പോൾ നോയ്സ് ക്യാൻസൽ ഇട്ടിട്ടില്ല, ഇടാതെ നമുക്ക് നോർമൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ഇപ്പം എത്രമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നോയ്സ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എന്തായാലും നമ്മുടെ ഫോണിനെ മൈക്കിനെക്കാട്ടി കൂടുതൽ സൗണ്ട് കിട്ടുന്നുണ്ട്. കുറച്ച് നോയ്സ് കട്ടായി കാണും. എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകത്തില്ല. പിന്നെ ഇനി ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ട്, അപ്പം നമ്മൾ പബ്ലിക്കിലൊക്കെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുവാണെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഈ സൗണ്ട് ക്വാളിറ്റി കിട്ടുമോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നിട്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഇട്ട് കേൾപ്പിച്ച് തരും. നോയ്സ് ക്യാൻസലേഷൻ മോഡാക്കി വെക്കാം. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ മോഡ് വർക്കായിട്ടുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം എത്രമാത്രം സൗണ്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്ന് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മൾ പബ്ലിക്കിലൊക്കെ ഇന്ന് കാര്യം പറയുകയാണെങ്കിൽ ആൾക്കാർ പോകുന്ന സൗണ്ടും വണ്ടികൾ പോകുന്ന സൗണ്ടും എല്ലാം കാണുമായിരിക്കും. ഇത് അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ വീഡിയോ നമ്മളെടുത്ത് നിങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളായിട്ട് തന്നെ വിലയിരുത്തുക. അപ്പം അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല, അറിയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഐഫോണിൻ്റെ സൗണ്ട് മൈക്കെല്ലാം മാറ്റി. അപ്പോൾ എൻ്റെ അടുത്തുള്ള വണ്ടി പോകുമ്പോഴുള്ള നോയ്സ് ക്യാൻസലേഷൻ നിങ്ങൾ ആദ്യം ഫോണിൻ്റെ സൗണ്ടിൽ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മൈക്കിൽ കുത്തി മനസ്സിലാക്കണം. എൻ്റെ അടുത്തുള്ള വണ്ടി പോകുമ്പം ഇത് മാത്രം ചിലപ്പോൾ ഒരു നോയ്സ് രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇനി മൈക്ക് കുത്തിയിട്ട് വണ്ടി അടുത്തൂടെ പോകുമ്പോൾ ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചില്ല. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ നോയ്സ് ക്യാൻസൽ ഓൺ ആക്കാതെ മൈക്ക് കുത്തി. ഇപ്പം മൈക്കിനകത്ത് നോയ്സ് ക്യാൻസൽ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ വണ്ടി അടുത്തൂടെ പോകുമ്പം ചെറിയ നോയ്സ് കേൾക്കുന്നുണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇനി അവൻ വരുമ്പോൾ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആക്കി എന്നുള്ള ഇതായിരിക്കും ഇനി വണ്ടി വരുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി അവൻ വരുമ്പം ഈ മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യും. അപ്പം നോയ്സ് എത്രമാത്രം കിട്ടിയിട്ടുണ്ടെന്നും അറിയത്തില്ല. എല്ലാം നിങ്ങൾ കണ്ടിട്ട് നോക്കുക. ഗായ്സ്, അപ്പോൾ നമ്മൾ 300 മീറ്റർ ദൂരെ പോയിട്ട് അവിടുന്ന് വണ്ടി ഓടിച്ച് വരാൻ പോവാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും നോയ്സ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ദൂരെ പോയി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. വണ്ടി ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. നോർമലി വീഡിയോയ്ക്ക് എത്ര നോയ്സ് ഉണ്ടോയെന്ന് നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിയുടെ സൗണ്ടൊക്കെ ആണ്ട കിളി കരയുന്ന സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട്, എല്ലാ സൗണ്ടും നമ്മൾ സൗണ്ട് മാക്സിമം നമ്മൾ സൗണ്ട് ഇട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി പോകുമ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ഈ മൈക്ക്. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ക്യാമറമാൻ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഹോളി ലാൻഡിൽ തന്ന പ്രോഡക്റ്റ് നമ്മൾ കുറേ രീതിയിൽ ടെസ്റ്റ് ചെയ്ത്, ഓടി ടെസ്റ്റ് ചെയ്ത്, വണ്ടി ടെസ്റ്റ് ചെയ്ത്, ഇല്ലല്ലോ നമ്മൾ നടന്ന് ടെസ്റ്റ് ചെയ്ത്, നടന്ന് 300 മീറ്റർ വരെ നമ്മൾ ടെസ്റ്റ് നിങ്ങൾക്ക് ഏതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റ് നോർമലി പെയ്ഡ് പ്രൊമോഷനോ വേറെ പ്രൊമോഷനോ ഒന്നുമില്ല, നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ഡൂക്ലി ഒരു 4000 രൂപയുടെ 3000 രൂപയുടെ മൈക്കൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു 13 രൂപയുടെ മൈക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ സമ്മാനം എന്ന് പറയാം നമുക്ക് ഈ ഹോളി ലാൻഡ് തന്നെ വെച്ചാൽ. നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് നമുക്ക് ഫ്യൂച്ചറിൽ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറേ മൈക്കിൻ്റെ ആവശ്യമുണ്ട്. നോർമലി നല്ല നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ള നല്ല മൈക്ക് നൈസ് ആയിരിക്കും. പിന്നെ റോഡിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നതായിരിക്കും. അന്നേരം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമ്മൾ ഈ മൈക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ ഐഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് നോയ്സ് ക്യാൻസലേഷൻ ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് ഏതിലായിരിക്കും ബെറ്റർ ഞങ്ങളും ചെക്ക് ചെയ്തപ്പം നോർമലി സംഭവം മൈക്ക് തന്നെ എടുത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. അപ്പോൾ നിങ്ങളും വ്ളോഗേഴ്സ് ഇനി തുടങ്ങാനുള്ളവരും വേണോ ഇത് നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ കുറച്ച് റേറ്റ് ആവുന്നുള്ളൂ. എന്നാലും സീനില്ല, കിടിലൻ മൈക്കാണ്. ഇല്ല റോ സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട്, നമുക്ക് യൂസ്ഫുൾ ആണ്. ചെറിയ സാധനം കേട്ടോ, ചെറിയ സാധനം ഇവിടെ എടുത്ത് വെച്ചിരുന്നാൽ സംഭവം കളർ ചെയ്യാണ്ട. ചെറിയ മൈക്ക് സംഭവം ഉണ്ട്, 2 മൈക്ക് ഉണ്ട്, ഒരു ക്യാമറ വെക്കുന്നുണ്ട്, എല്ലാ ഐറ്റംസും. 300 മീറ്റർ വരെ പോയിട്ട് പക്ക ക്ലിയർ ആയിട്ടാണ് വോയിസ് കിട്ടിയത്. അന്ന് അതിൻ്റെ മൈക്കിൻ്റെ ഒരു പവർ അത് കൂടുതൽ പോയെങ്കിലും കിട്ടിയേനെ, ഇല്ല അത് കൂടുതൽ പോയെങ്കിലും കിട്ടിയേനെ. കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ള മൈക്ക് വെച്ചാൽ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക.